തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടി നഗരസഭയിൽ യുഡിഎഫ് സ്ഥാനാർത്ഥികൾ പണവും മദ്യവും നൽകി വോട്ടർമാരെ സ്വാധീനിച്ചുവെന്ന് എൽഡിഎഫ്. ഇത്തരത്തിൽ വിജയിച്ചുവന്ന ജനപ്രതിനിധികളെ അയോഗ്യരാക്കണമെന്നും എൽഡിഎഫ്. ഭക്തിഗാനത്തിന്റെ ഈണത്തിൽ പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി ഇറക്കിയത് ശരിയായില്ലെന്നും അത് വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തുന്നുവെന്നും സിപിഎം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രാഹാം. ഭക്തിഗാനങ്ങളെ ഇങ്ങനെ വികലമാക്കരുതെന്നും രാജു എബ്രാഹാം. കയ്പമംഗലം ചള്ളിങ്ങാട് റോഡിലെ പൊടിശല്യം മൂലം പൊറുതിമുട്ടി നാട്ടുകാർ. ഇരുചക്ര വാഹന യാത്രികർ റോഡിലെ മണ്ണിൽ പുതഞ്ഞു വീണ് പരിക്കേൽക്കുന്ന അവസ്ഥ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടി നഗരസഭയിലെ യുഡിഎഫ് സ്ഥാനാർത്ഥികൾ പണവും മദ്യവും നൽകി വോട്ടർമാരെ സ്വാധീനിച്ചുവെന്ന് എൽഡിഎഫ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഇത്തരത്തിൽ വിജയിച്ചുവന്ന ജനപ്രതിനിധികളെ അയോഗ്യരാക്കണമെന്നും ഇവർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും ഇവർ അറിയിച്ചു. ചാലക്കുടി നഗരസഭയുടെ വാർഡിൽ നിന്നും മത്സരിക്കുന്ന ഇപ്പോഴത്തെ നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, മുൻ നഗരസഭാ ചെയർമാൻമാരായ എബി ജോർജ്, വി.ഒ. പൈലപ്പൻ എന്നിവർ വാർഡുകൾ വീതം വെച്ചെടുത്ത് വോട്ടർമാർക്ക് പണവും മദ്യവും നൽകി സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചതെന്ന് ഇവർ ആരോപിച്ചു. ചില സ്ഥാനാർത്ഥികൾ പണം നൽകി വോട്ടർമാരെ സമീപിക്കുന്നതിന്റെ ഡിജിറ്റൽ തെളിവുകൾ ഇവരുടെ പക്കലുണ്ടെന്നും നഗരസഭാ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന വാർഡിൽ ബിജു എസ് ചിറയത്തും വോട്ടർമാരും തമ്മിൽ പണം വാങ്ങിയിട്ട് വോട്ട് ചെയ്തില്ലെന്നും മറ്റും പറഞ്ഞ് സംസാരിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നുണ്ടെന്നും ഇവർ പറഞ്ഞു. ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യാനാണ്. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇവിടുത്തെ സ്വർണ്ണക്കട ഉടമകൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരിക്കലും അതിനെ നിഷേധിക്കുന്നില്ല. പക്ഷേ ഈ സൗത്ത് ഏഷ്യ കേന്ദ്രീകരിച്ചുള്ള ഈ സ്വർണ്ണക്കടക്കാരൻ നിരവധി പണമാണ് ഇവിടെ വിതരണം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അക്കൗണ്ട് പരിശോധിക്കണം. അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കുകയും ഇലക്ഷൻ കമ്മീഷൻ ഈ ബിജു എസ് ചിറയത്തിനെ സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് അനുവദിക്കരുത്, ഇദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കുകയും അവിടെ ഇലക്ഷൻ ക്യാൻസൽ ചെയ്തിട്ട് റദ്ദ് ചെയ്തിട്ട് അവിടെ രണ്ടാമത് ഇലക്ഷൻ നടത്തിയാൽ വേണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ഞങ്ങൾ പരാതി അയക്കുന്നുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകും. ഇത്തരത്തിൽ വിജയിച്ചു വന്ന ജനപ്രതിനിധികളെ അയോഗ്യരാക്കണമെന്നും ഇവർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇത്തരത്തിൽ വോട്ടർമാരെ പണവും മദ്യവും നൽകി സ്വാധീനിച്ച് വിജയിച്ച സ്ഥാനാർത്ഥികൾക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും ഇവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചാലക്കുടി പ്രസ് ഫോറത്തിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ എൽഡിഎഫ് നേതാക്കളായ വി.ജെ. ജോജി, അനിൽ കദളിക്കാടൻ, ടി.പി. ജോണി, എം.എൻ. ശശിധരൻ എന്നിവർ പങ്കെടുത്തു. മീഡിയ ടൈം, ചാലക്കുടി. ഭക്തിഗാനത്തിന്റെ ഇനത്തിൽ പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി ഇറക്കിയത് ശരിയായില്ലെന്നും അത് വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തുന്നുവെന്നും സിപിഎം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രാഹാം. രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ് പാട്ട് ഇറക്കിയതെന്നും ഭക്തിഗാനങ്ങളെ ഇങ്ങനെ വികലമാക്കരുതെന്നും രാജു എബ്രാഹാം അഭിപ്രായപ്പെട്ടു. അയ്യപ്പനെ പറ്റിയുള്ളൊരു ശരണമന്ത്രമാണ് സ്വാമി അയ്യപ്പോ എന്നുള്ള ഒരു ഭക്തിഗാനം. ആ ശരണമന്ത്രത്തെ ദുരുപയോഗപ്പെടുത്തുന്ന ഒരു കാഴ്ച നമ്മളിപ്പം വളരെ വ്യസനപൂർവ്വം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏത് മതത്തിന്റെ പ്രധാനപ്പെട്ട ഭക്തിഗാനങ്ങളെ സംബന്ധിച്ചും പാരഡികൾ പാടില്ല. അത് മതവികാരം വ്രണപ്പെടുത്താൻ ഇടവരുത്തുന്ന കാര്യമാണ്. ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കയ്പമംഗലം ചള്ളിങ്ങാട് റോഡിലെ പൊടിശല്യം മൂലം പൊറുതിമുട്ടി നാട്ടുകാർ. ചള്ളിങ്ങാട് ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിലാണ് പൊടിശല്യം മൂലം ജനങ്ങൾ ദുരിതത്തിലായിരിക്കുന്നത്. ഇരുചക്ര വാഹന യാത്രികർ റോഡിലെ മണ്ണിൽ പുതഞ്ഞു വീണ് പരിക്കേൽക്കുന്ന അവസ്ഥയുമുണ്ട്. പൈപ്പിടാൻ വേണ്ടി വാട്ടർ അതോറിറ്റി റോഡ് പൊളിച്ചതാണ് പൊടിശല്യത്തിന് കാരണമായത്. 2 മാസം മുമ്പാണ് റോഡ് പൊളിച്ച് പൈപ്പിടൽ ആരംഭിച്ചത്. ചളിങ്ങാട് RCUP സ്കൂൾ മുതൽ കാക്കാത്തിരുത്തി വരെയുള്ള ഭാഗമാണ് ഇപ്പോൾ റോഡ് പൊളിച്ച് പൈപ്പ് സ്ഥാപിച്ചു കഴിഞ്ഞത്. റോഡിന്റെ മധ്യഭാഗം കുഴിച്ചാണ് 700 mm വ്യാസമുള്ള DI പൈപ്പ് സ്ഥാപിച്ചത്. പൈപ്പിട്ട് കുഴി മൂടിയെങ്കിലും റോഡ് പൊളിഞ്ഞതോടെ ഇതിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. വാഹനങ്ങൾ കടന്നു പോകുമ്പോഴുള്ള പൊടി മൂലം വ്യാപാരികളും വീട്ടുകാരും യാത്രികരും ദുരിതത്തിലായിരിക്കുകയാണ്. ഒരു ഉത്തരവാദിത്തമില്ലാത്ത കളികളോടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. റോഡാകെ പൊളിച്ചിട്ട് വണ്ടികൾക്കും പോകാൻ പറ്റില്ല, മനുഷ്യന്മാർക്കും പോകാൻ പറ്റില്ല, ഒരു സൈക്കിളിന് പോലും മര്യാദക്ക് പോകാൻ പറ്റും. വണ്ടിമ്മ ആൾക്കാർ സ്പീഡിൽ പോകുമ്പോൾ അവരമ്മ ചീത്ത പറയും. അപ്പോൾ അവരമ്മ എന്ത് ഞങ്ങൾക്ക് പതുക്കെ പോകാൻ പറ്റില്ല എന്ന് പറയുന്നത്. എന്താ പതുക്കെ പോയി ഞാൻ കുഴിയും ശരീരം മൊത്തം വേദന. അവർ പറഞ്ഞു തരുന്നത് റോഡ് പകുതി ടാറയും പകുതി പണിയും പകുതി ചെയ്യുന്നൊക്കെ പറഞ്ഞിരുന്നു. അതൊന്നുമില്ല. അതിന് നെറുകേടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എൻ്റെ കടയത്തെ പൊടിയടിച്ചിട്ട് കംപ്ലീറ്റ് കവർ ചെയ്തേക്കുന്നു, ഷീറ്റിട്ട് ഫുള്ള് മറച്ചേക്കുന്നു. വലിയതായ കച്ചവടത്തിൻ്റെ വിഷയങ്ങൾ കുറേ ഉണ്ട്. പൊടി കയറിയിട്ട് ആകെ സൗണ്ടൊക്കെ ആകെ പോയി. കഫക്കെട്ടിൻ്റെ കഫക്കെട്ട പൊടി അടിച്ച് കയറിയിട്ടുണ്ടല്ലോ.
വണ്ടിക്കാര് ചെറുവണ്ടിയും വലിയ വണ്ടിയും പതുക്കെ അവർ പോകില്ല, നല്ല സ്പീഡിൽ അവർ പോണത്. ഇരുചക്രവാഹന യാത്രികർ റോഡിലെ മണ്ണിൽ പുതഞ്ഞു വീണ് പരിക്കേൽക്കുന്ന അവസ്ഥയുമുണ്ട്. നാട്ടുകാർ രണ്ടു നേരം റോഡിൽ വെള്ളമൊഴിച്ചാണ് പൊടിശല്യത്തിന് ശമനം കാണുന്നത്. ഈ ഭാഗത്ത് കുഴിച്ച മണ്ണ് റോഡിൽ കിടക്കുന്നതും ഗതാഗത തടസ്സം ഉണ്ടാക്കുന്നുണ്ട്. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് ഉടൻ പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, കയ്പമംഗലം. ഇനി മറ്റു വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. റോഡിലെ കുഴികൾ അടയ്ക്കാത്തത് നടപടിയിൽ പ്രതിഷേധിച്ച് കുഴിയിലിരുന്ന് ഒറ്റയാൾ സമരം. ആനമല റോഡിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് സമീപമാണ് റോഡരികിൽ വലിയ കുഴി രൂപപ്പെട്ടത്. കേബിൾ ഇടുന്നതിനായി എടുത്ത കുഴി PWD വിഭാഗമാണ് അടയ്ക്കേണ്ടത്. നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ റോഡിലാണ് കുഴിയെടുത്തത്. പൊതുപ്രവർത്തകൻ ജയൻ പട്ടത്താണ് രാവിലെ മുതൽ കുഴിയിലിറങ്ങി സമരം നടത്തിയത്. സമരം ശക്തമായതോടെ ബന്ധപ്പെട്ടവർ സ്ഥലത്തെത്തി കുഴി അടച്ച് പ്രശ്നം പരിഹരിച്ചു. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ മലയാള കവിതാ ദിനം ആഘോഷിച്ചു. KV രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അത് നമ്മൾ കുറേ ഒഴിച്ചിട്ട് തൈരാക്കി ഉപയോഗിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാലിൻ്റെ തനിമ നഷ്ടപ്പെടാതെ, പാലിൻ്റെ സ്വത്വം നഷ്ടപ്പെടാതെ, പാലിൻ്റെ അസ്മിത നഷ്ടപ്പെടാതെ നമുക്ക് തൈരാക്കിക്കൂടെ. ഞാൻ സൂചിപ്പിച്ചത് എൻ്റെ സ്വത്വം നശിപ്പിക്കാതെ ഞാൻ എങ്ങനെ ഈ കുട്ടികളുടെ ഒപ്പം ഓടുമെന്നാണ്. എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടികളുണ്ടല്ലോ, മുതിർന്നവരെ ഞാൻ അങ്ങനെ വകഞ്ഞു വെക്കുന്നു. അവരും എൻ്റെ കണ്ണിൽ എല്ലാവരും മുതിർന്നവരും എൻ്റെ ഒപ്പം പ്രായം കൊണ്ട് എത്തിയിട്ടുള്ളവരാവാൻ വഴിയില്ല. കവിത ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. KV വിൻസെന്റ്, റിബ മോൾ, ബക്കർ മേത്തല, സിന്ധു വാസുദേവൻ, സായി ലിമി തുടങ്ങിയവർ സംസാരിച്ചു. മലയാള കവിതാ ദിനാഘോഷത്തിന്റെ കൊടിയേറ്റം സിന്ധു വാസുദേവൻ, റിബ പോൾ, സായി ലിമി എന്നിവർ ചേർന്ന് നടത്തി. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ മേഖല ഓഫീസ് ജില്ലാ പ്രസിഡന്റ് അമ്പാടി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഉണ്ണികൃഷ്ണൻ ഈ ചേരത്ത് അധ്യക്ഷനായി. വിനോദ് കുമാർ, സുകുമാരൻ, ബിജുലാൽ, സുനിൽ കളരിക്കൽ, ഷാജഹാൻ, സന്തോഷ്, ആസിഫ് അലി, ഹബീബ് തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ എറിയാട് യൂണിറ്റ് വാർഷിക കൺവെൻഷൻ CV ജയരാജന്റെ അധ്യക്ഷതയിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസ് തേറാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. MM ഹൈഷാബി, EA മുഹമ്മദ് അഷ്റഫ്, സുഗന്ധി ശ്രീനി, സാജിദ നാസർ, അബ്ദുൽ ഖാദർ എടവലങ്ങ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രൊഫസർ RP മേനോൻ രചിച്ച് ഇരിഞ്ഞാലക്കുട T വേണുഗോപാൽ ചിട്ടപ്പെടുത്തിയ ജനനായകൻ ആട്ടക്കഥ ഇരിഞ്ഞാലക്കുട കളിയരങ്ങ് അരങ്ങത്തിലെത്തിച്ചു. മഹാബലി വിജയം എന്ന ആട്ടക്കഥ രചയിതാവിന്റെ ജനനായകൻ ആട്ടക്കഥയിൽ EMS നമ്പൂതിരിപ്പാടാണ്. ആട്ടക്കഥയുടെ പ്രമേയം കേരളത്തിലെ ആദ്യ സർക്കാരിനെ പിരിച്ചുവിടുകയും പിന്നീട് ജനശക്തി പുനഃസ്ഥാപിക്കുന്നതുമാണ്. കൊടുങ്ങല്ലൂർ ക്ഷേത്രം തന്ത്രി ശങ്കരൻ നമ്പൂതിരിപ്പാടും പ്രൊഫസർ RP മേനോന് ചേർന്ന് കളിവിളങ്ങ് കൊളുത്തിയ ചടങ്ങിൽ കവി KD സെബാസ്റ്റ്യൻ അധ്യക്ഷനായി. MDMA രാസലഹരി കടത്തുകാരൻ ഷാജി എന്നറിയപ്പെടുന്ന ഷാജിയെയും പെരിങ്ങോട്ടുകര ലിഷിനെയും തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ അടച്ചു. 1 വർഷത്തേക്കാണ് ജയിലിൽ അടച്ചത്. നിരവധി മയക്കുമരുന്ന് കടത്ത് കേസുകളിലെ പ്രതിയായ കൊരട്ടി കുന്നപ്പള്ളി സ്വദേശി ചക്കാലക്കൽ വീട്ടിൽ ഷാജിക്കെതിരെയും കിള്ളന്നൂർ മുളങ്ങുന്നത്തുകാവ് കണ്ണാറ് വീട്ടിൽ ലിഷിൻ എന്ന ആൾക്കെതിരെയുമാണ് തടങ്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചത്. വിശാഖപട്ടണത്ത് നടന്ന ദേശീയ ജൂനിയർ റോളർ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ 4 വിഭാഗങ്ങളിൽ ചാമ്പ്യൻഷിപ്പ് നേടിയ കേരള ടീമിന് ചാലക്കുടിയിൽ സ്വീകരണം നൽകി. പൗരാവലിയുടെ നേതൃത്വത്തിൽ ചാലക്കുടി ട്രാംവേ ജംഗ്ഷനിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ സനീഷ് കുമാർ ജോസഫ് MLA ടീം പരിശീലകരെയും അംഗങ്ങളെയും ഹാരാർപ്പണം നടത്തി. SNDP യൂണിയൻ സെക്രട്ടറി KA ഉണ്ണികൃഷ്ണൻ, ചാലക്കുടി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മുത്തേടൻ, ചന്ദ്രൻ കൊളത്താപ്പള്ളി എന്നിവരും ടീമിനെ സ്വീകരിച്ചു. ചന്ദ്രൻ കൊളത്താപ്പള്ളി തുടങ്ങിയവരും ടീമിനെ സ്വീകരിച്ചു. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ 2026 ജനുവരി മകരമാസത്തിലെ താലപ്പൊലിയുടെ ആരംഭം കുറിക്കുന്ന ആദ്യ ചടങ്ങായ താലപ്പൊലി പണം വയ്ക്കൽ നടന്നു. ധനുമാസം 1-ാം തീയതി ഭഗവതിയുടെ നിഴലിലിരിക്കുന്ന സ്ഥലത്ത് വലിയ തമ്പുരാന്റെ പ്രതിനിധി സുരേന്ദ്രവർമ്മ രാജ
കോയമ്മ എന്നിവർ ആവണപ്പലകയും വെള്ളിക്കുടവുമായി വന്നു. തൂശനിലിട്ട് ആവണിപ്പലകമേൽ വെള്ളിക്കുടം വെച്ച് അതിൽ മുണ്ടഞ്ചേരിക്കാരണവരുടെ പ്രതിനിധി മോഹനൻ താലപ്പൊലി പണം സമർപ്പിക്കുന്നതാണ് ചടങ്ങ്. പ്രസ്തുത പണം വലിയ തമ്പുരാന്റെ പ്രതിനിധി വെള്ളിക്കുടത്തിൽ നിന്നെടുത്ത് OK യോഗം സെക്രട്ടറി ശശിധരൻ ഏൽപ്പിച്ചതോടെ ചടങ്ങ് സമാപിച്ചു. യോഗം കമ്മിറ്റി അംഗം സോമൻ മേനോൻ, ആനന്ദൻ മേനോൻ, നിഴലിരിപ്പ് പടനായകൻ മാധവൻ കിള്ളിക്കോട്ട് തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ചാമക്കാല ഇസ്ലാമിക് കോളേജിന്റെ 20ാം വാർഷിക സമ്മേളനത്തിന് ഡിസംബർ 17-ന് തുടക്കമാകും. 21 വരെ നീണ്ടു നിൽക്കുന്ന പരിപാടികളിൽ മതരാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലെ നിരവധി പ്രമുഖർ പങ്കെടുക്കും. ഡിസംബർ 17-ന് ദാറുൽ ഹുദയുടെ 40ഓളം സഹസ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന മാനേജിംഗ് മീറ്റ് നടക്കും. ശനിയാഴ്ച രാവിലെ നടക്കുന്ന മഹൽ നേതൃ ചർച്ച പാണക്കാട്ട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. കയ്പമംഗലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ മുഹമ്മദ് ഷാഹി, അൻവർ മുഹിയുദ്ദീൻ, ഷുഹൈബ് വല്ലപ്പുഴ, MCM നസീർ, സലീം പുറക്കുളം തുടങ്ങിയവർ പങ്കെടുത്തു. കൂളിമുട്ടം പൊക്ലായ് ബീച്ച് ശിവസ്ഥാനം ശിവഗംഗ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി അർദ്ധനാരീശ്വര മംഗല്യനിധി സമ്മാന കൂപ്പന്റെ ഉദ്ഘാടനം നടത്തി. ക്ഷേത്രം ശാന്തി സുബിൻ ഉത്സവാഘോഷ കമ്മിറ്റിയുടെ രക്ഷാധികാരി മണ്ടത്തറ സുധാകരൻ നൽകി വിതരണോദ്ഘാടനം നിർവഹിച്ചു. നിർധരരായ യുവതികളുടെ വിവാഹത്തിന് നൽകി വരുന്ന സാമ്പത്തിക സഹായ പദ്ധതിയാണ് അർദ്ധനാരീശ്വര മംഗല്യനിധി. ക്ഷേത്രം പ്രസിഡന്റ് KH ഹരുൺലാൽ, സെക്രട്ടറി വിജി വിജേഷ്, ഉത്സവ ആഘോഷ കമ്മിറ്റി ചെയർമാൻ KH ഹരിലാൽ, കൺവീനർ VM മഹേഷ്, ഉത്സവ കമ്മിറ്റി ഭാരവാഹികളായ TS ധർമ്മജൻ, PK അർജുനൻ, KK മോഹനൻ, PK ആറുമുഖൻ, മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടി നഗരസഭയിൽ UDF സ്ഥാനാർത്ഥികൾ പണവും മദ്യവും നൽകി വോട്ടർമാരെ സ്വാധീനിച്ചുവെന്ന് LDF. ഇത്തരത്തിൽ വിജയിച്ചു വന്ന ജനപ്രതിനിധികളെ അയോഗ്യരാക്കണമെന്നും LDF. ഭക്തിഗാനത്തിന്റെ ഈണത്തിൽ പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി ഇറക്കിയത് ശരിയായില്ലെന്നും അത് വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തുന്നുവെന്നും CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രാഹാം. ഭക്തിഗാനങ്ങളെ ഇങ്ങനെ വികലമാക്കരുതെന്നും രാജു എബ്രാഹാം. കയ്പമംഗലം ചള്ളിങ്ങാട് റോഡിലെ പൊടിശല്യം മൂലം പൊറുതിമുട്ടി നാട്ടുകാർ. ഇരുചക്ര വാഹന യാത്രികർ റോഡിലെ മണ്ണിൽ പുതഞ്ഞു വീണ് പരിക്കേൽക്കുന്ന അവസ്ഥ. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.